എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ഹ്യൂമനിസം, മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് 6ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റിനൈസൻസ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നവോത്ഥാന സാഹിത്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് നോക്കാം. It is not in the stars to hold our destiny, but in ourselves. The above quote is from William Shakespeare's renowned play Julius Caesar. Examine the influence of humanism as reflected in these lines by Shakespeare. Renaissance writers gave importance to individual liberty and secular values. The basic characteristics of Renaissance literature was its breaking away from the scholasticism of the medieval ages. Although influenced by ancient Greco-Roman culture, most Renaissance writers choose to produce their work in regional languages. Prose literature gained prominence during this period. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന കോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായിട്ടുള്ള ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണ്. അപ്പോൾ നവോത്ഥാനം വളരെയധികം സ്വാധീനിച്ചൊരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ് എന്നാണ് അതിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? അടുത്ത സെൻറ്റൻസാണ്. ഈ നവോത്ഥാന നവോത്ഥാന എഴുത്തുകാരന്മാർ എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്? അവർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലർ വാല്യൂസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ മധ്യകാലഘട്ടത്തിൽ സ്കോളാസ്റ്റിസിസം വളരെ പ്രാധാന്യപ്പെട്ടോടെ നിന്നതാണ്. ആ സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുള്ള മോചനം നമുക്ക് സാഹിത്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അതും മറ്റൊരു സവിശേഷതയാണ്. പിന്നെ എഴുത്തുകാരന്മാരൊക്കെ എന്താണ്, ഈ ഗ്രീക്കോ റോമൻ കൾച്ചറൊക്കെ അവർ ഫോളോ ചെയ്തിരുന്നു. അവരുടെ മിക്ക വർക്കുകളിലൊക്കെ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പ്രാദേശിക ഭാഷയിലാണ് രചനകൾ നടത്തിയത് എന്ന് മനസ്സിലാക്കി വെക്കുക. ലാറ്റിൻ ഭാഷ അവർ ഉപയോഗിച്ചില്ല, പകരം പ്രാദേശിക ഭാഷ ആണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പിന്നെ ആ ഒരു സമയത്ത് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു സാഹിത്യം എന്ന് പറയുന്നത് ഗദ്യ സാഹിത്യമാണെന്നും ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ, അതിൻ്റെ രചയിതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Dante, the renowned author of the Divine Comedy, was a prominent literary figure during the Renaissance period. The poem's theme revolves around Dante's imagined pilgrimage through hell, purgatory, and paradise. However, it also profoundly reflects human emotions, patriotism, fascination for natural phenomena, and the longing for a unified and independent Italy. Dante wrote the Divine Comedy in the regional language. അപ്പോൾ അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഡാൻറ്റെ അല്ലെങ്കിൽ ദാന്തെ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹം എന്താണ്? ഡിവൈൻ കോമഡി എഴുതിയ വ്യക്തിയാണ് ഡാൻറ്റെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവൈൻ കോമഡി എഴുതിയതാരാണ്? ഡാൻറ്റെയാണ്. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഡാൻറ്റെ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? നരകം, ഹെല്ല്, പർഗേറ്ററി എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലം. നമ്മളെന്തെങ്കിലും പാപമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന സ്ഥലം, അത് ഒരു കോൺസെപ്റ്റാണ് അത്. പിന്നെ സ്വർഗം എന്നിവയുടെ ഇടയിലൂടെയൊക്കെയുള്ള ഒരു സാങ്കല്പിക തീർത്ഥാടനമാണ് ഇദ്ദേഹം തൻ്റെ കവിതകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഒരു ഇറ്റലി, അതിന് വേണ്ടിയിട്ടുള്ള മോഹങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്ക് പ്രകടമായി കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഡിവൈൻ കോമഡി അദ്ദേഹം പ്രാദേശിക ഭാഷയിലാണ് എഴുതിയെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് പെട്രാർക്കിനെ പറ്റിയിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പെട്രാർക്ക്, another world-renowned writer, Petrarch was a leading exponent of humanism. His sonnet addressing Laura reflected a bold and unique style. However, Petrarch remained committed to writing in Latin. Another notable Renaissance writer was Boccaccio.
അല്ലെങ്കിൽ ബൊക്കാച്ചിയോ അല്ലെങ്കിൽ ബൊക്കാഷിയോ, ദ ഓതർ ഓഫ് ദ സെലിബ്രേറ്റഡ് വർക്ക് ദ ഡെക്കാമറൺ. അപ്പോൾ അടുത്ത രണ്ട് വ്യക്തികളെ നമ്മൾ കാണുകയാണ്. അതിൽ ഒരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ പെട്രാർക്കാണ് വരുന്നത്. അപ്പോൾ മാനവികതയുടെ പ്രചാരകൻ തന്നെയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കവിത എന്ന് പറയുന്നത് പ്രണയഗീതങ്ങൾ, ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ. സോണറ്റ് എന്ന് പറയുന്ന രീതിയിലാണ്, എന്ന് വെച്ചാൽ 14 വരി കവിതയാണ് സോണറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എഴുതിയ പ്രണയഗീതങ്ങൾ അദ്ദേഹം രചിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹവും ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായില്ല. ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയത്. പിന്നെ ഡക്കാമറാണ് എഴുതിയ ബൊക്കാഷിയോ അല്ലെങ്കിൽ ബൊക്കാച്ചിയോ എന്ന് പറയുന്നത് നവോത്ഥാന സാഹിത്യകാരനായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നോക്കുകയാണ് നിക്കോളോ മാക്വെല്ലി എന്ന് പറയുന്ന മറ്റൊരാൾ വരികയാണ്. Niccolo Machiavelli's work, The Prince, presents political thoughts. He believed that a ruler's paramount responsibility is to maintain the authority and the security of the state. He also believed that individuals are generally selfish, driven by a desire for power and material prosperity. He advocated that a head of state should remain impartial and avoid showing favoritism or obligation to specific groups among the subjects. The Prince Machiavelli portrays an administrator who is different from the traditional medieval feudal administrators. അപ്പോൾ ഇതിൽ നിക്കോളസ് മാക്വെല്ലി എഴുതിയ ദ പ്രിൻസ് എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം ദ പ്രിൻസ് എന്ന കൃതി ആരുടെയാണ്? നിക്കോളോ മാക്വെല്ലിയുടെ കൃതിയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ ചിന്തകളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുരക്ഷ നിലനിർത്തുക, അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നതാണ് ആ ഭരണാധികാരിയുടെ സുപ്രധാന കടമയായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അവിടെയുള്ള ജനങ്ങൾ പൊതുവെ എങ്ങനെയായിരിക്കും? സ്വാർത്ഥരായിരിക്കും, അവരവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ അധികാരത്തോട് അവർക്ക് ഭ്രമമുണ്ടായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കും. ഭൗതിക അഭിവൃദ്ധി, തങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, അതിനുള്ള കാര്യങ്ങൾ നേടാനായിട്ടുള്ള താല്പര്യമൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. അപ്പം ഒരു ഭരണത്തലവൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും പ്രജകളിൽ ഒരു വിഭാഗത്തോട് മാത്രം പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല, എല്ലാവരെയും തുല്യരായിട്ട് കാണണം എന്നാണ് അദ്ദേഹം ഇതിലൂടെ അഭിപ്രായപ്പെടുന്നത്. പിന്നെ മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ദ പ്രിൻസിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി നവോത്ഥാന കാലഘട്ടത്തിൽ കൃതികളൊക്കെ സ്ത്രീകൾ എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. During the Italian Renaissance, several women recognized the significance of humanism. Among them, the most notable was the humanist and writer Cassandra Fedele. She earned a name through her writings and speeches, emphasizing the importance of providing higher education to women. Fedele maintained a lively correspondence with wealthy Italian lords who championed humanism. Her speeches and writings were printed, published, and popularized by several prominent publishing houses. In due course, the influence of Renaissance extended beyond Italy, impacting the literature of other countries. Consequently, numerous remarkable works were produced in other parts of the world. Let us take a look at some of them. അപ്പോൾ ഇനി ഈ കാലഘട്ടത്തിൽ വരുന്ന ഒരു സ്ത്രീയാണ് ആരെന്ന് പറയുന്നത്? കസാന്ദ്ര ഫെഡലെ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരുപാട് വനിതകൾ ആ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മാനവികവാദിയും എഴുത്തുകാരിയുമായിട്ടുള്ള കസാന്ദ്ര ഫെഡലെ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ രചനകളിലും അവരുടെ പ്രസംഗങ്ങളിലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് അവർ എഴുതിയിരുന്നത്. പിന്നെ അതുകൂടാതെ ഇറ്റലിയിലെ മാനവികവാദികളുമായിട്ട് പ്രഭുക്കളുമായിട്ടൊക്കെ ഇവർ കത്തുകളിലൂടെയൊക്കെ ആശയവിനിമയം നടത്തുകയും അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വരികയൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയൊക്കെ ഉണ്ടായി.
അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ ഇറ്റലിയിൽ വന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ ഈ നവോത്ഥാനം സാഹിത്യത്തിലുണ്ടായ മാറ്റം മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വന്നു എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അതിൽ സാഹിത്യകാരന്മാർ കൃതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി നെതർലൻഡുകാരനാണ്. ജെഫ്രി ചോസർ കാൻഡർബറി ടെയിൽസ് കഥകൾ ഇംഗ്ലണ്ടുകാരനാണ്. തോമസ് മൂർ ഉട്ടോപ്പിയ ഇംഗ്ലണ്ടുകാരനാണ്. മിഗ്വൽ ഡെ സെർവാന്തെ ഡോൺ കിക്സോട്ട് സ്പെയിൻകാരനാണ്. ഫ്രാൻസ്വ രാബിലെ ഗാർഗൻജുവയും പാൻഡഗ്രൂലും ഫ്രാൻസുകാരനാണ്. ഗാർഗൻജുവ ആൻഡ് പാൻഡഗ്രൂൽ. അപ്പോൾ ഇവരൊക്കെ എന്താണ് വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെ എഴുത്തുകാരാണ്. നവോത്ഥാനം അവരുടെ ചിന്തകളെയും സ്വാധീനിച്ചു. അവരുടെ പുസ്തകങ്ങളിലും അവരുടെ രചനകളിലും ഒക്കെ നവോത്ഥാനത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം പ്രിൻറ്റിംഗ് പ്ലേഡ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ പോപ്പുലറൈസിംഗ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ റിനൈസൻസ് പീരീഡ്. ജോഹാനസ് ഗുട്ടൻബർഗ് established the first printing press in Europe. The printing machine, which was set up in the 15th century, was made of metal and was movable type. അപ്പോൾ അന്ന് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യം വരികയാണ്. എന്ന് വെച്ചാൽ നവോത്ഥാന കാലഘട്ടത്തിൽ ഈ സാഹിത്യരചനകളൊക്കെ എഴുതണമല്ലോ, അത് ജനകീയമാക്കണമെങ്കിൽ ഇത് അച്ചടിച്ച് ജനങ്ങളിലേക്ക് എത്തണമല്ലോ. അപ്പോൾ അച്ചടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം, പ്രിൻറ്റിങ്ങിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം വരികയാണ്. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹനാസ് ഗുട്ടൻബർഗ് ആയിരുന്നു കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ 15-ാം നൂറ്റാണ്ട് സ്ഥാപിച്ച ഈ അച്ചടിശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ചടി യന്ത്രം ലോഹനിർമ്മിതവുമായിരുന്നു. അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് കുഡ് ഹാവ് ബീൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് ഓൺ ദ സൊസൈറ്റി ഓഫ് ദാറ്റ് പീരീഡ്? ഈ അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാകാം? അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ 2 പോയിന്റ് പറയുന്നുണ്ട്, അതുകൂടാതെ ചേർത്തോളുക. ഡിസെമിനേഷൻ ഓഫ് നോളജ്, പ്രോഗ്രസ് ഇൻ ലിറ്ററസി. ഡിസെമിനേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ വ്യാപനം. അച്ചടിയിലൂടെ നമുക്ക് അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ പ്രോഗ്രസ് ഇൻ ലിറ്ററസി, സാക്ഷരതയിലുണ്ടായ പുരോഗതി. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലുണ്ടായ പുരോഗതി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ഓഫ് ഹ്യൂമനിസ്റ്റ് ഐഡിയാസ്, അച്ചടിയിലൂടെ നമ്മുടെ മാനവികത ആശയങ്ങൾ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ സഹായിച്ചു എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. With the invention of printing press, people started reading literacy works extensively. അപ്പോൾ അച്ചടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇത് കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി എന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ കൂടുതൽ വ്യാപകമായിട്ട് ജനങ്ങളിലേക്ക് എത്തി എന്നതും അവരത് വായിക്കാൻ താല്പര്യം കാണിച്ചു എന്നതും വളരെ വലിയ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ വന്ന മാറ്റം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. എന്തെങ്കിലും സംശയം, ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനൊന്നും മറന്നു പോകരുത്. അപ്പം നന്നായിട്ട് പഠിച്ചോളുക.